നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ സ്വത്തുക്കള് നിങ്ങളുടെ പേരിൽ എഴുതി തരണം. അതല്ലേ വിശ്വനാഥൻ മുതലാളി പറയാൻ വന്നത്. നിന്നെ ആരാടി ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? മാണിക്യമംഗലത്തെ 1500 കോടിയുടെ ഉടമകളിൽ ഒരാൾ ഞാൻ കൂടിയല്ലേ. ആ സ്വത്തിനെ കുറിച്ചല്ലേ ഇപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വിളിക്കാതെ തന്നെ എനിക്ക് വന്ന അഭിപ്രായം പറയാം. നീ അഭിപ്രായം പറഞ്ഞിട്ട് എന്താ കാര്യം? അവള് TV പറഞ്ഞത് ഇപ്പൊ നീ കേട്ടില്ലേ? അവള് കോടതി പോവാണെന്ന്. അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് 1500 കോടിയെന്ന് അവൾ തെളിയിക്കുമെന്ന്. നമുക്ക് നോക്കാം. നോക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർക്ക് വേണ്ടി ഹാജരാകാൻ പോകുന്നത് സുപ്രീം കോടതിയിലെ സിംഹം അഡ്വക്കേറ്റ് ജഗന്നാഥ മിശ്ര. അയാൾ ഏറ്റെടുത്ത ഒരു കേസും ഇന്ന് വരെ തോറ്റിട്ടില്ല. അതോർത്ത് മുതലാളി പേടിക്കണ്ട. ജഗന്നാഥ മിശ്രയെക്കാളും വലിയ വക്കീല് കോടതിയില് ഞങ്ങൾക്ക് വേണ്ടി ഹാജരാവും. ഈ കേസ് ഞങ്ങൾ പുഷ്പം പോലെ ജയിക്കുകയും ചെയ്യും. ഓ പിന്നെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ. ഈ മലർപ്പൊടിക്കാരൻ സ്വപ്നം കാണുകയും ചെയ്യും, കണ്ടതൊക്കെ നേടുകയും ചെയ്യും. നേരം കിട്ടിയാലേ മുതലാളി കോടതിയിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. ചുമ്മാ ഭ്രാന്ത് വരാതെ പോടി. ഇന്നലെ വരെ മാണിക്യമംഗലത്തിൻ്റെതായിരുന്ന സ്വത്തൊക്കെ നാളെ മുതൽ ഏതെങ്കിലും പാണ്ടിച്ചട്ടിയാരൊക്കെ അപകരിച്ചോണ്ട് പോകുമ്പോ നീയൊക്കെ പഠിച്ചോളും. കേസിനും വഴക്കിനും പോവാൻ തന്നെയാണോ ജനനി നിന്റെ ഭാവം? പിന്നെ വെറുതെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റോ? ആര് പറഞ്ഞു വിട്ടുകൊടുക്കണോന്ന്? പക്ഷേ ആതിരയുമായി നമുക്കൊരു വഴക്ക് വേണ്ട മോളെ. എന്തൊക്കെ പറഞ്ഞാലും അവള് നമ്മുടെ കുട്ടിയല്ലേ. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞ് മതി ഒരു തീരുമാനം. ഗംഭീരം മോളെ, ഗംഭീരം. നിനക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ ചെട്ടിയാർ വീടിന്റെ വെറും പെണ്ണല്ല, പെൺപുലിയാ, പെൺപുലി. അതെ മോളെ, നിന്നെ ടിവിയിൽ കണ്ടപ്പോ അമ്മയ്ക്ക് രോമാഞ്ചം വന്നു. എന്തൊക്കെയാ നീ പറഞ്ഞത്? സത്യം പറയാലോ, നീ ഞങ്ങളുടെ അഭിമാനമാ. ആരാ മോളെ? മാണിക്യമംഗലത്ത് നിന്ന് കാവേരി വിശ്വനാഥന. അനുരഞ്ജനത്തിനാവും മോൾ എടുക്കാൻ പോണ്ട. അതല്ല, എടുക്കണം. നമ്മളെന്തിനാ അവരെ പേടിക്കുന്നേ? അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാലോ. മോള് ഫോൺ എടുക്ക. ഹലോ ആതിരെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്താ കാര്യം? അത് നേരിൽ പറയേണ്ടത്. ശരി, കാണാം. എവിടെ വെച്ച്? കാളിയമ്മൻ കോവിലിൽ വരാവോ? വൈകിട്ട് ഒരു 5 മണിയാവുമ്പോ. പിന്നെന്താ, വരാലോ. ശരി. എന്താ മോളെ, എന്താ അവര് പറഞ്ഞത്? വൈകിട്ട് 5 മണിക്ക് കാളിയമ്മൻ കോവിലിന് അടുത്ത് വെച്ച് കാണണമെന്ന്. ഏയ്, നീ പോണ്ട. ആർക്കറിയാം ആ ഭയപ്പെടുത്താനോ മറ്റോ ആണോന്ന്. അങ്ങനെ ഭയന്ന് ഓടാൻ പറ്റുമോ അമ്മേ? പോണം, എനിക്കവരെ കാണണം, സംസാരിക്കണം. അതെ, അത് തന്നെയാ വേണ്ടത്. ചെട്ടിയാർ വീട്ടിലെ പെണ്ണ് ആർക്ക് മുന്നിലും തലകുനിക്കാൻ പാടില്ല. നാളെ കളക്ടർ ആവേണ്ട ആളാ നീ. കാര്യങ്ങൾ പ്രാപ്തിയോടെ ചെയ്യേണ്ടവൾ. ശീലിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആവട്ടെ. മാണിക്യമംഗലത്തെ കാവേരിക്ക് എന്താ പറയാനുള്ളതെന്ന് എന്റെ മോള് പോയി കേട്ടിട്ട് വാ. എന്നിട്ട് തീരുമാനിക്കാം വധശിക്ഷയിൽ നിന്ന് ആരെയൊക്കെ മാണിക്യമംഗലത്ത് നിന്ന് ഒഴിവാക്കണമെന്ന്.
എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? നിങ്ങളോ? എന്ന് മുതലാ മോളെ ഞാൻ നിനക്ക് ഇത്രയും അന്യായത്? മാണിക്യമംഗലത്തെ ആതിര ചെട്ടിയാർ വീട്ടിൽ അലമേലും ആയതു മുതൽ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ വേഗം ആവട്ടെ, പോയിട്ട് തിരക്കുണ്ട്. നമ്മൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ ഒരു മത്സരം? നമ്മൾ ഒന്നല്ലേ? ഞങ്ങൾ നിന്റെ ഏട്ടത്തിയമ്മമാരല്ലേ? ആ അത് ശരി. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ലല്ലേ? എല്ലാവർക്കും വേണ്ടി വാദിക്കാൻ പ്രതിനിധിയായി വന്നതാ മാണിക്യമംഗലത്തെ കാവേരി അല്ലേ? ആ എല്ലാവരിൽ നീയും പെടും. അതെങ്ങനെയാ? ഞാൻ നിങ്ങളുടെ ആരാ? നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? ആതിരേ? ആതിരയല്ല, അലമേലു. അങ്ങനെ വിളിച്ചാ മതി, അതാ എനിക്കിഷ്ടം. നീ എന്തിനാ മോളെ ഇങ്ങനെ അഭിനയിക്കുന്നത്? എത്ര അഭിനയിച്ചാലും നിനക്ക് ഞങ്ങളുടെ ആതിര അല്ലാതാവാൻ കഴിയോ? കഴിയും. അതിന് തെളിവല്ലേ ഇപ്പൊ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ. പറയാനുള്ളത് പറഞ്ഞാ വേഗം പോകായിരുന്നു. പറയാൻ അധികമൊന്നുമില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞതൊന്നും നീ മറക്കരുത്. മറക്കാത്തത് കൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത്. മറന്നിട്ടില്ല, ഒന്നും ഞാൻ മറന്നിട്ടില്ല. ആ 1500 കോടി 5 വീതിക്കാൻ വേണ്ടിയല്ലേ നിങ്ങളിപ്പോ ഈ കോംപ്രമൈസിന് ഇറങ്ങിയത്? ഒരിക്കലും അല്ല. നമ്മളെ കരുവാക്കി തമ്മിലടിപ്പിച്ച് ഇടയിൽ നിന്ന് ആരും ചോര കുടിക്കാതിരിക്കാൻ. അതിനുള്ള സാഹചര്യം ഞാനായിട്ടല്ലല്ലോ ഉണ്ടാക്കിയത്. മാണിക്യമംഗലത്ത് നിന്ന് എന്നെ ആട്ടി ഇറക്കി വിടുമ്പോ എവിടെയായിരുന്നു നിങ്ങളുടെ ഈ സ്നേഹം, ഈ ഐക്യബോധം? അരുതെന്ന് ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ? അന്ന് ഞങ്ങളുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഇന്നിപ്പോ സാഹചര്യത്തിന് എന്താ മാറ്റം ഉണ്ടായത്? കൈ നനയാതെ മീൻ പിടിച്ചപ്പോ കിട്ടിയ സ്വാതന്ത്ര്യം അല്ലേ? 1500 കോടിയുടെ അധിപതികളായപ്പോ കിട്ടിയ പുതിയ ഉന്മേഷം അല്ലേ? ഞാനെങ്ങനെയാ നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നത്? നാളെ ഈ സ്വാതന്ത്ര്യവും ഉന്മേഷവും ഒക്കെ കൈവിട്ടു പോയാ നിങ്ങൾ വീണ്ടും പഴയ വായില്ല കുന്നിൽ അമ്മമാരായ ഞാൻ പിന്നെ ഒറ്റപ്പെട്ടു പോവില്ലേ? വേണ്ട, എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട. എനിക്ക് ചെട്ടിയാർ വീട്ടിലെ അലമേലും ആയാ മതി. ആ 1500 കോടി ഒറ്റയ്ക്ക് അനുഭവിച്ചാ മതി. നിന്റെ കോടി പങ്കിട്ടെടുക്കാനല്ല ഞാൻ വന്നത്, ഒന്നിച്ച് നിൽക്കണമെന്ന് പറയാനാ. നമ്മൾ കണ്ടതിനും അപ്പുറം ഈ കഥയിൽ മറ്റെന്തൊക്കെയുണ്ട്. നാളെ നമുക്ക് ചതി പറ്റരുത്. ചതിച്ചോട്ടെ, ആര് വേണമെങ്കിലും ചതിച്ചോട്ടെ. പക്ഷേ അത് മാണിക്യമംഗലത്ത് വിശ്വനാഥന്റെ ചതിയോളം വരില്ലല്ലോ. വിശ്വനാഥൻ ചതിച്ചാലും ചെട്ടിയാർ ചതിച്ചാലും ചതിക്കപ്പെടാൻ പോകുന്നത് പെണ്ണ. അത് നീ മറക്കണ്ട. പറഞ്ഞല്ലോ, ഒന്നും ഒരിക്കലും ഞാൻ മറക്കില്ല. നിങ്ങൾ എനിക്ക് തരുന്ന ഓഫർ 5-1 അടുത്തൊരു മീറ്റിംഗ് കൂടിയുണ്ട്, ഞാനും മാണിക്യമംഗലത്ത് വിശ്വനാഥനും തമ്മിൽ. കൃത്യം 10:30 ഇവിടെ തന്നെ വരാനാ ഞാൻ പറഞ്ഞത്. അതും കൂടി കഴിയട്ടെ. അയാൾ വെക്കുന്ന ഓഫർ എന്താണെന്നറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഞാൻ ആരുടെ കൂടെ നിൽക്കണമെന്ന്. മോളെ, കച്ചവടത്തിൽ സെന്റിമെന്റ്സ് ഇല്ല, ലാഭനഷ്ടങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് പോവാം.